ഈ വിശുദ്ധ ദിന ആരാധനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദേവാലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇടയാകാതെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഭവനങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന ഈ സന്ദർഭത്തിലും വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ തിരുമുൻപിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോടെ ദർശിക്കുകയും അവിടുത്തെ സാന്നിധ്യം അനുഭവപ്പെടുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 19-ാമത്തെ കീർത്തനം നമുക്ക് പാടാം.
കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനാക്രമം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയിട്ടുള്ള എല്ലാ ബലഹീനതകളും കുറവുകളും മനഃപൂർവമായി നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിൽ മേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ
നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 186-ാം കീർത്തനം, ആദ്യത്തെ 2-ഉം അവസാനത്തെയും ചരണങ്ങൾ. നമ്മുടെ ജീവന യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, വാനവുമില്ലാതാം. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാം. ഓട്ടം മാലിന്യം നാശം ഇല്ലാതൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക
നിന്റെ വാക്യങ്ങൾ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനങ്ങളും അവിടുത്തേക്ക് പ്രസാദകരവും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രയോജനകരവുമാക്കി തീർക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിനത്തിലും ഈ നാളുകളിലെ പ്രത്യേക ക്രമീകരണം അനുസരിച്ച് ദേവാലയത്തിൽ കൂടി വരുവാൻ സാധിക്കാതെ നാം നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മെ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അഖില ലോക മാതൃദിനമായി കൊണ്ടാടുന്നതായ ദിവസമാണ്. നമ്മുടെ മാതാക്കളെ സ്തോത്രത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. അവരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തിന് നന്ദി കരയറ്റാം. മാതാവിനെ കുറിച്ച് വളരെ ശ്രേഷ്ഠമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു ദൈവഭക്തയായ മാതാവുള്ള ഒരു വ്യക്തിയും ദരിദ്രനല്ല. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ താൻ പറഞ്ഞതായ സാക്ഷ്യമായി തൻ്റെ ജീവിതത്തിൽ താൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയോടാണെന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ അമ്മമാരുടെ ജീവിതം, അവരുടെ ഇടപെടലുകൾ, അവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കരുത്തേകിയതോർത്ത്, നമ്മെ അനുഗ്രഹകരമായി വഴി നടത്തിയതോർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം ഈ പ്രത്യേക കാലയളവിൽ പല പ്രാവശ്യം നാം ധ്യാനിച്ചതായ ഒരു ഭാഗം. നമുക്കെല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു വേദഭാഗം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുന്നതിന് കൂടിയ അമാളിക മുറിയിലെ വളരെ ഹൃദയസ്പർശിയായ സംഭാഷണമാണ് ഈ സുവിശേഷത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ളതായ അധ്യായങ്ങളിൽ നാം കാണുന്നത്. ആദ്യ നിമിഷങ്ങൾ അവസാനിക്കുന്നത് അവരെ സമർപ്പിച്ചുകൊണ്ടുള്ള 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയോടുകൂടി. അത് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ചേർന്നുള്ള അവസാനത്തെ പ്രാർത്ഥനയുമായി. അതിനുശേഷം വരുന്ന അധ്യായങ്ങൾ 18-ഉം 19-ഉം അധ്യായങ്ങളിലേക്കൊക്കെ നാം പ്രവേശിക്കുമ്പോൾ ഗെത്സമന തോട്ടത്തിലെ അനുഭവവും കർത്താവിൻ്റെ അറസ്റ്റും വിസ്താരവും ക്രൂശുമരണവും ഒക്കെയാണ് പിന്നീടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ വേദഭാഗം വളരെ ഹൃദയസ്പർശിയാണ്, വളരെ ഹൃദ്യമാണ്. 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുതൽ 14-ാം അധ്യായത്തിൻ്റെ ഈ വാക്യങ്ങൾ വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 4 പേർ കർത്താവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. 13-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലനാണ്, ശിമോൻ പത്രോസാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. നീ എവിടേക്കാണ് പോകുന്നത്? രണ്ടാമത്തെ ചോദ്യം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അത് തോമസ് അപ്പോസ്തലന്റെ ചോദ്യമാണ്. നീ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതായ ചോദ്യം പത്രോസ് ചോദിച്ചത്
അതേ രീതിയിൽ തന്നെ തോമസ് അവിടെ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ തോമസ് അപ്പോസ്തലൻ അതിനോട് ചേർന്ന് പറയുന്നത്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിയാത്തത് കൊണ്ട് വഴി എങ്ങനെ അറിയും? പത്രോസിന് അറിയേണ്ടത് യേശു പോകുന്ന സ്ഥലത്തെ കുറിച്ചാണെങ്കിൽ തോമസിന്റെ ശ്രദ്ധ താൻ ചെലുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് അവിടെ എത്തുവാനുള്ള മാർഗത്തെ കുറിച്ച്. 8-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസിന്റെ ചോദ്യം, ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നുണ്ട്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ആരുടെ കൂടെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ നിത്യത നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്നത്? അവസാനത്തെ ചോദ്യം 22-ാമത്തെ വാക്യം. ഇസ്കരിയോത്താവല്ലാത്ത യൂദ കർത്താവിനോട് ചോദിക്കുന്നതായ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ അനുഗ്രഹകരമായ ഈ അധ്യായത്തിലെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശിഷ്യന്മാർക്കുണ്ടായിരുന്നതായ ഭയം, അവർക്കുണ്ടായിരുന്നതായ ചോദ്യങ്ങൾ, കർത്താവിന്റെ പല പഠിപ്പിക്കലുകളും നമുക്കറിയാം തൻ്റെ മുൻപിൽ വന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടായിരുന്നു. ഒരാൾ യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിൻ്റെ ഉത്തരമായിട്ടാണല്ലോ കർത്താവ് വളരെ പ്രസിദ്ധമായ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുന്നത്. ആ ഉപമയിൽ കർത്താവ് വാസ്തവത്തിൽ വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള ചിന്ത മാത്രമല്ല, ഹൗ ക്യാൻ ഐ ബി എ നെയ്ബർ? ആ ഒരു ചോദ്യവും ആ ഒരു ചോദ്യത്തിന് ഉത്തരവും കർത്താവ് ആ വിവരണത്തിലൂടെ നൽകുവാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ പല മനോഹരമായ പഠിപ്പിക്കലുകളും തൻ്റെ മുൻപിൽ ലഭിച്ച ചോദ്യങ്ങളുടെ ഉത്തരമായി കർത്താവ് പറയുന്നതായ വേദഭാഗം. ഇവിടെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഭാവിയെക്കുറിച്ചുള്ള ഭീതിയും അനിശ്ചിതത്വവും ഭയവും അവരുടെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തിയപ്പോൾ ആ പ്രയാസത്തെ അറിഞ്ഞുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ വാക്യം വളരെ സുപരിചിതമായ വാക്യം. ഈ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ സങ്കടത്തിനുള്ള, പ്രശ്നത്തിനുള്ള പരിഹാര മാർഗവും യേശു ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഹൃദയം കലങ്ങുന്നതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് വിശ്വാസം. ഈ ഞായറാഴ്ചയിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്നതായ വിഷയം, ക്രിസ്തുവിൽ വിശ്വസിക്കുക ഏക മാർഗം. ട്രസ്റ്റ് ഈസ് ദി ആൻസർ. ആകുലതയും വിശ്വാസവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, ഒട്ടും പൊരുത്തപ്പെടാത്തതായ കാര്യമാണ്. If you worry, you cannot trust. And if you trust, you cannot worry. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് അവിടെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ വെറുതെ ഒന്നും പറയുകയില്ല. You can trust me. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് ആശ്വസിപ്പിക്കുന്ന രീതിയും ലോകം ആശ്വസിപ്പിക്കുന്ന രീതിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. യേശുക്രിസ്തു തന്നെ അത് പറയുന്നുണ്ട്, ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം, എൻ്റെ ആശ്വാസം എന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് തരുന്ന ആശ്വാസത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടാണ് കർത്താവ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ പലപ്പോഴും വ്യാജവാക്കുകളിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ ആശ്വസിപ്പിക്കുന്നത്. പല സന്ദർഭങ്ങളിലും നാം ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് പറയാറുണ്ട്, അങ്ങനെയൊന്നുമില്ല, അതൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു ആശ്വാസമല്ല, സമാധാനമല്ല കർത്താവ് തരുന്നത്. വളരെ ആഴമായ, സത്യമായ ആശ്വാസം, സമാധാനം അവർ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. ശിഷ്യന്മാർ അവർ ഏറ്റവും സ്നേഹിച്ചിരുന്ന യേശുവിനെ അവർക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നുവെന്നത് അവരെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ കർത്താവ് അവരോട് പറയുന്നത്,
ഈ വേർപിരിയൽ എന്നേക്കുമായുള്ളതല്ല, ഇത് താൽക്കാലികമാകുന്നു. കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത് അങ്ങനെയാണ്. 13-ാം അധ്യായം 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശു ഉള്ളം കലങ്ങി. കർത്താവായ യേശു ക്രിസ്തു ക്രൂരവും ഭയാനകവുമായ ഒരു മരണത്തിലേക്ക് നടന്നെടുക്കുന്ന സന്ദർഭത്തിലാണ് ക്രിസ്തു ഇവിടെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഗെത്സമന തോട്ടത്തിലെ അനുഭവത്തെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. ആ സന്ദർഭത്തിലും ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന യേശുവിൻ്റെ സ്നേഹമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് യേശുവിന് ജനിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. There was no room. എന്നാൽ തന്റെ ജീവിതാവസാനത്തെങ്കിൽ കർത്താവ് പറയുന്നത്, there is plenty of room for you. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. 2 കാര്യങ്ങളാണ് യേശു ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാനായി ഞാൻ പോകുന്നു. 2ാമത് കർത്താവ് പറഞ്ഞത്, I am going to come back to take you to my father's house. യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള വാഗ്ദത്തം ഇവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുകയാണ്. വേദപുസ്തകത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ നൽകപ്പെട്ടിരിക്കുന്നതായ വാഗ്ദത്തം യേശുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ളതായ വാഗ്ദത്തം. He is preparing a place for the people and he is preparing the people for the place. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നത്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. യേശു പറഞ്ഞപ്പോൾ എപ്പോഴും തുറന്ന് തൻ്റെ സംശയത്തെ അവതരിപ്പിച്ചിരുന്നതായ തോമസ് അപ്പോസ്തലൻ തോമസ് പറഞ്ഞു, നീ പോകുന്നത് എവിടേക്കെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുന്നു? കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ അറിയുന്നത് കൊണ്ട്, because you know me, നിങ്ങൾ എന്നെ അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി അറിയുന്നു. കർത്താവ് ഇവിടെ സൂചിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, പിതാവിൻ്റെ ഭവനത്തിലേക്ക്, നാം സാധാരണ പറയുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ളതായ വഴിയെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ മാത്രമാണ്. തോമസ് അപ്പോസ്തലന്റെ ആ പ്രതികരണത്തോടുള്ള കർത്താവിൻ്റെ മറുപടിയാണ് യേശുവിൻ്റെ പ്രസ്താവനകളിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രസ്താവന നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നത്. 6ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തോമസ് എ കെംപിസ് ഈ വാക്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, without the way there is no going, without the truth there is no knowing, without the life there is no living. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, if you remain in my way you shall know the truth and the truth shall make you free and you shall lay hold on eternal life. ഈ അധ്യായം നാം ശ്രദ്ധിക്കുന്നതായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു എത്ര അത്ഭുതകരമായ രീതിയിലാണ് തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്കും അടുത്ത് വരാം. ആ ആശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലും നമുക്ക് പ്രാപിക്കാം. ഇവിടെ യേശു പറയുന്നത് പോലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവിനെ നമ്മുടെ വഴിയായും നമ്മുടെ സത്യമായും നമ്മുടെ ജീവചൈതന്യമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം.
സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പുന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം മുൻപിൽ അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ലോകമെന്നും ഇന്ന് വളരെ വ്യാപകമായി പടർന്ന് പിടിച്ചിരിക്കുന്ന ഈ വലിയ രോഗത്തെ ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതൽ ലഭിക്കാൻ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആതുര ശുശ്രൂഷ രംഗത്തായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഡോക്ടേഴ്സിനു വേണ്ടി, നഴ്സസിനു വേണ്ടി, മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണകർത്താക്കളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തൊരുമിച്ചുള്ളതായ പ്രയത്നങ്ങൾ ഫലകരമായി തീരുവാനും ഈ നാടുകളിൽ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളെ നമുക്ക് ദൈവം മുൻപിൽ ഓർക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ സൗഖ്യമില്ലാതെ ആശുപത്രിയിലായിരിക്കുന്ന ജോഷി ഡേവിഡിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശാരീരിക ക്ഷീണതകളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം തന്റെ മകന് ലഭിക്കാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് ദൂരെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർക്കാം. പ്രത്യേകിച്ച് ഈ പ്രയാസകരമായ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കാവലും സംരക്ഷണവും എൻ്റെ മക്കൾക്കെല്ലാം അവിടുന്ന് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ
ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 253 കീർത്തനം നമുക്ക് കാണാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ ചേർന്ന് വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ ദിവ്യമായ കൃപ നൽകി ഈ നാടുകളിൽ ഇത്രത്തോളം ഞങ്ങളെ കരുണയോടെ കാത്തു സൂക്ഷിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ സർവശക്തിയുള്ള കരങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേൽ അവിടുന്ന് വയ്ക്കുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഭദ്രമായി വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായി എന്നും നിലനിൽപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകും. ഈ ആരാധനയിൽ ഭവനങ്ങളിൽ ഇരുന്ന് സഹകരിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവം തന്റെ കൃപയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോട് കൂടിയിരിക്കും.